ജീസസ് ദ സിഇഒയിലേക്ക് എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കാനും പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാനുമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും പരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ വി ജോർജ് കുട്ടി. സാർ, ജീസസ് ദ സിഇഒയിലേക്ക് സ്വാഗതം. പാലായ്ക്കടുത്തുള്ള തിടനാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ വരെ എത്തി നിൽക്കുകയാണ് സാറിൻ്റെ ജൈത്രയാത്ര. ഈ യാത്ര ഒന്ന് വിവരിക്കാമോ? തിടനാട് എൻ്റെ ജന്മസ്ഥലമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരിട്ടുള്ള ഒരു പ്രയാണമായിരുന്നില്ല ഇത്. തീർച്ചയായും തിടനാട് ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ സാധാരണ പേരൻസിന് ജനിച്ച എന്നെ ഇവിടെ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചത് പാലാ സെൻറ്റ് തോമസ് കോളേജ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ സ്ഥാപനം, ആ ഒരു ഹെലികോപ്റ്ററിലാണ് ഞാൻ അവിടെ ലാൻഡ് ചെയ്തത്. ഒരിക്കലും അത് ഇവിടുന്ന് നേരിട്ട് പോയ ഒരു പ്രയാണമായിരുന്നില്ല. ആ കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം ശരിക്കും എൻ്റെ പശ്ചാത്തലത്തിൽ പാലാ സെൻറ്റ് തോമസ് കോളേജ് അത് സ്ഥാപിതമായിരുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചൊരു ഉന്നത വിദ്യാഭ്യാസം നേടാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് കിട്ടിയ ഉന്നത വിദ്യാഭ്യാസവും അവിടുന്ന് എനിക്ക് ലഭിച്ച ഒരു അധ്യാപകനായി ജോലി ചെയ്യാൻ എനിക്ക് ലഭിച്ച ആ ഒരു അവസരവും അതാണ് എന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷാ കൺട്രോളറായി എത്തിച്ചത് എന്നുള്ളത് സത്യമാണ്. എത്ര സമർത്ഥനായ വിദ്യാർത്ഥിയാണെങ്കിലും പരീക്ഷയെന്ന് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടാകും. സാറിന് കൺട്രോളർ ഓഫ് എക്സാമിനേഷനായി അനേകം പരീക്ഷകൾ നടത്തുകയാണ്. ശരിക്കും സാറിൻ്റെ ബാല്യകാലത്ത് പരീക്ഷകളെ ഭയപ്പെട്ടിരുന്നു? പരീക്ഷകളെ ഭയപ്പെട്ടിരുന്നു എന്നത് ശരിയല്ല. പരീക്ഷയിലേക്ക് സമീപിക്കുമ്പം നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ അതൊരു ഭയമല്ല. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ ഭയമില്ലാതെ വേണം നമ്മൾ പരീക്ഷയെ സമീപിക്കുവാൻ. ഇപ്പോൾ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആയതിനു ശേഷവും സാറിന് ഇത് തന്നെയാണോ പറയാനുള്ളത് വിദ്യാർത്ഥികളോട്? തീർച്ചയായും ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ഒരിക്കലും പരീക്ഷയെ ഭയപ്പെടുകയില്ല. കാരണം ഒരു വിദ്യാർത്ഥിയായിരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ചലഞ്ചാണ്. അനേകം കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് വിദ്യ സമ്പാദിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി സന്യാസതുല്യമായ ഒരു ജീവിതം നയിക്കുന്നവനാണ് ഒരു വിദ്യാർത്ഥി. അതൊരു വലിയ ചലഞ്ചാണ്. അത് ഏറ്റെടുത്ത ഒരു വിദ്യാർത്ഥി പരീക്ഷയെ ആസ്വദിക്കുകയായിരിക്കും ചെയ്യുക. ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു ആവശ്യം വരികയില്ല. സാറിൻ്റെ ഇന്നത്തെ നേട്ടങ്ങളിൽ മാതാപിതാക്കൾ എന്തുമാത്രം പങ്കുവഹിച്ചിട്ടുണ്ട്? മാതാപിതാക്കളാണ് ശരിക്കും എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത്. അവരുടെ മാതൃകയാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. എൻ്റെ പിതാവ് വളരെ നീതിനിഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, കൃത്യത, അതിൻ്റെ ഒരു സൽപ്പേര് ഇന്നും എനിക്കുണ്ട്. എൻ്റെ നാട്ടിൽ എനിക്ക് സൽപ്പേര് നൽകുന്ന ഒരു കാര്യം എൻ്റെ പിതാവിൻ്റെ വളരെ അച്ചടക്കമുള്ള കൃത്യതയുള്ള ജീവിതമാണ്. പ്രാർത്ഥന എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ദൈവ ആശ്രയത്തിൽ ജീവിച്ച ആ ഒരു മാതൃകയാണ് എനിക്ക് ഏറ്റവും നല്ല ശക്തി നൽകുന്നത്. അതുപോലെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം. സാറിപ്പോൾ മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞു. മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആത്മീയ അടിസ്ഥാനം സാർ എങ്ങനെയാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത്? അതെങ്ങനെയാണ് പിന്നെ ഈ വിജയത്തിലെത്താൻ സഹായിച്ചത്? അത് ബാല്യകാലം മുതലുള്ള ഒരു വിലയിരുത്തലാണ് നമുക്കതിനാവശ്യമായിട്ടുള്ളത്. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് നല്ല സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളതിന് പുറമെ നമ്മുടെ ദേവാലയമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞാനൊരു അൾത്താര ബാലനായിരുന്നു. ഏതാണ്ട് ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും ആസ്വദിച്ച ഒരു കാലഘട്ടം അതാണ്. ഏറ്റവും സന്തോഷം നമുക്ക് നൽകിയ ഒരു കാലഘട്ടം അതാണ്. ഒരു 6-7 വർഷക്കാലം എൻ്റെ സമീപത്തുള്ള ഒരു CST ആശ്രമം, ആ ആശ്രമ ദേവാലയത്തിൽ എല്ലാ കുർബാനയോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഞങ്ങൾ 2-3 കുട്ടികളാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവുക, അവിടുത്തെ അൾത്താര ബാലൻ്റെ ജോലികൾ ചെയ്യുക, കുർബാനയ്ക്ക് കൂടുക, തുടർന്ന് അൾത്താര സംബന്ധിച്ചുള്ള ശുശ്രൂഷകൾ ചെയ്യുക, അതിനുശേഷം ഓടി വീട്ടിൽ വരിക, കുടിക്കുക, കാപ്പി കുടിക്കുക, സ്കൂളിൽ പോവുക. ഇത് നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമായിരുന്നു. അതിന്നും ഞാൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും എനിക്കൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അവിടുന്ന് കിട്ടിയ ഒരു ഫോർമേഷൻ, വൈദികരുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം, അവരുടെ ആ ഒരു നേതൃത്വം നമുക്ക്
ഒരു സമീപനം നമുക്ക് കിട്ടാനിടയായത് വലിയൊരു ഭാഗ്യം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചു. ഒത്തിരി വൈദികരെ നമുക്ക് അവരുടെ പ്രവർത്തന ശൈലികൾ അനുകരിക്കണം എന്നൊരാഗ്രഹം ആ ചെറിയ മനസ്സിൽ തന്നെ എനിക്കുണ്ടായത് ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് ഞാൻ ഇങ്ങനെ പ്രായം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ഇടവക ദേവാലയത്തിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവായി. അവിടുത്തെ വേദപാഠ പഠന കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവായി. പിന്നെ ഞാൻ ഈ ഇടവക ദേവാലയമായിട്ടായിരുന്നു എൻ്റെ അടുത്ത ബന്ധമെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും എനിക്ക് ഏറ്റവും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആ ഒരു ഇടവകയുടെ ആ ഒരു നേതൃത്വം, വികാരിച്ചൻ ആരാണ് എന്ന് നോക്കാതെ വികാരിയായിട്ട് എത്തിയിരിക്കുന്ന വൈദികനുമായിട്ടുള്ള ആ ഒരു ബന്ധം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതനുസരിച്ച് നമ്മുടെ കുടുംബ സംബന്ധമായ കാര്യങ്ങൾ വരെ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുക. നമ്മൾ ഏത് കാര്യങ്ങളിൽ ആ ഒരു ആശ്രയത്വം ഉണ്ടാകുന്നത് നമുക്ക് വളരെ നല്ലതാണ്. അതെനിക്ക് ജീവിതത്തിൽ ഒത്തിരി നന്മകൾ നൽകിയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് എന്നെ വളരെയേറെ സഹായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സാറ് പാലാ സെൻറ്റ് തോമസ് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇടവകയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടും കൺട്രോളർ ഓഫ് എക്സാമിനേഷനായ ശേഷവും ഒക്കെ സാറിന് ഈ ബന്ധം നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഒരു പക്ഷേ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സമീപനമാണ് എനിക്കുള്ളത്. അതായത് നമ്മൾ സാധാരണ ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ വൈദികരെ സമീപിക്കാറുള്ളൂ. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലും എൻ്റെ കുടുംബകാര്യങ്ങളിലും ഇനി ഞാൻ എൻ്റെ പിതാവിനെ വാർദ്ധക്യത്തിൽ സംരക്ഷിച്ച് ശുശ്രൂഷിച്ച് അതിനുള്ള അവസരം കിട്ടിയ ഒരു മനുഷ്യനാണ്. അന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ മാതാപിതാക്കളെ അവരുടെ അവസാന കാലഘട്ടത്തിൽ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് കുറേ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചലഞ്ചസ് ഉള്ള ഒരു ജോബാണ്, ഒരു സർവീസാണ്. ആ രംഗത്തും ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് നല്ല വഴി എന്ന് ഞാൻ അതാത് സമയത്തിരുന്ന ഇടവക വികാരിമാരോട് തുറന്ന് ആലോചിക്കുമായിരുന്നു, തുറന്ന് സംസാരിക്കുമായിരുന്നു. അവർ നൽകിയിട്ടുള്ള ആ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിത്രയും വിദ്യാഭ്യാസമുള്ള ഒരു അധ്യാപകനാണേലും കാര്യങ്ങളിൽ നമ്മൾ വളരെ ശിശുവാണല്ലോ. അവരുടെ ആ മച്ചുവേർഡായിട്ടുള്ള അത്രയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അഡ്വൈസ് നമ്മുടെ ജീവിതത്തെ വളരെയേറെ ലളിതകരമാക്കുമല്ലോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ശരിക്കും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു സോഴ്സാണ് വൈദികർ. സഭയുടെ കെട്ടുറപ്പ് തന്നെ അതാണ്. ഒരു ആത്മായ വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും ആ വൈദികരുടെ അഡ്വൈസ്, വൈദികരുടെ ഒരു നേതൃത്വം, വൈദികരുടെ അഭിപ്രായങ്ങൾ അത് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് എപ്പോഴും നമുക്കൊരു സമാധാനം നൽകുന്ന, കുടുംബത്തിൽ സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. അത് അധ്യാപകനായിരുന്നപ്പോഴും എനിക്ക് അങ്ങനെ ധാരാളം വൈദികർ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. ധാരാളം വൈദികർ എന്നെ നിയന്ത്രിക്കുവാനുണ്ടായിരുന്നു, എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാനുണ്ടായിരുന്നു. അവരോട് വിധേയപ്പെടുക, അവരോടൊപ്പമായിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് വളരെ ആനന്ദം, മനസ്സിന് സംതൃപ്തി നൽകുന്നൊരു കാര്യമായിരുന്നു. തുടർന്നും എനിക്ക് അത്ഭുതമെന്ന് പറയാം, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ കൺട്രോളറായിട്ട് ചെല്ലുമ്പോൾ അവിടെ കൂടുതലും മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരാണ്. എല്ലാവരും എനിക്ക് നല്ല പിന്തുണയാണ് നൽകിയത്. പക്ഷേ അവിടെ അതിനും ഉപരിയായി അവിടെ ഒരു ഇടവക ദേവാലയമുണ്ട്. വളരെ കുറച്ച് കുടുംബങ്ങളെയൊക്കെ ഉള്ളുവെങ്കിലും അവിടെ ഒരു ദേവാലയമുണ്ട്. അവിടുത്തെ വികാരിച്ചനുമായിട്ടും ഇതുപോലെ വളരെ പെട്ടെന്ന് ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചു. ഫാദർ ജെയിംസ് പുൽത്തകടിയൻ, അദ്ദേഹം ഞാൻ യൂണിവേഴ്സിറ്റി ഈ പരീക്ഷാ കൺട്രോളർ ജോലി ഏറ്റെടുക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ അനുഭവജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ടും ഒക്കെ നമുക്ക് ധാരാളം സ്ട്രെസ്, എല്ലാ ദിവസവും ഒത്തിരി സ്ട്രെസ്സ് ഉണ്ടാകുന്ന ഒരു ജോലിയാണ്. വളരെയേറെ ചലഞ്ചസ് എല്ലാ ദിവസവും നമുക്കുണ്ട്. അതൊക്കെ ഞാൻ ഇറക്കി വച്ചിരുന്നതും ഒരു പരിധിവരെ അതൊക്കെ ഒരു ആത്മീയ ദശയിൽ ചർച്ച ചെയ്തിരുന്നതും ആ രീതിയിൽ നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ട് എന്നെ സഹായിച്ചതും ഈ വികാരിച്ചനാണ്. അപ്പോൾ നമ്മൾ ഏത് പദവിയിലായിരിക്കുക എന്നുള്ളത് അല്ല പ്രാധാന്യം. ആ ഏത് പദവിയിലായിരിക്കുമ്പോഴും ഇങ്ങനെ ഒരു ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും അവരോട് തുറന്ന് സംസാരിക്കുന്നതും തീർച്ചയായിട്ടും ഒരു സഭാവിശ്വാസിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്.
സാറ് പറഞ്ഞു സാറിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ കാര്യങ്ങളെയും ആത്മീയതയുടെ കണ്ണിലൂടെയാണ് സാർ നോക്കിക്കാണുന്നതെന്ന്. ഇത്രയും നാളത്തെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവം എന്നെ കൈപിടിച്ച് നടത്തി, ദൈവം എന്നെ കൈപിടിച്ച് ഇവിടം വരെ എത്തിച്ചു എന്ന് തോന്നുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ, സന്ദർഭങ്ങളുണ്ടോ? പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആഗ്രഹിക്കണം എന്ന അങ്ങനെ ഒരു സമൂഹത്തിൽ പരീക്ഷ നടത്തുന്ന ഒരാളായിട്ടാണല്ലോ നിങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. ഞാനിപ്പോൾ അത് ഓർക്കുക. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഓരോ പരീക്ഷണങ്ങളും ഓരോ പരീക്ഷകളും നമുക്ക് വളരെ വലിയ ദൈവാനുഗ്രഹങ്ങളായിരുന്നു. അത് നേരിട്ട സമയത്ത് നമ്മുടെ മനസ്സിന് ആകുലതകൾ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷേ ആ പരീക്ഷണങ്ങൾ നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ ഒരു സൗഭാഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ദൈവം നൽകിയ പരീക്ഷണങ്ങളായിരുന്നു എന്നെനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷകളെ തരണം ചെയ്യാനുള്ള ശക്തി നൽകാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ജീവിതമാണേലും ബാല്യകാലം മുതൽ എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് എൻ്റെ ജനന കാലഘട്ടം മുതൽ നമ്മൾ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നത് തന്നെ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്ന ഡോക്ടറുടെ ഒരു മുൻവിധി, അദ്ദേഹം അങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ ജനിച്ചു, എൻ്റെ അമ്മയുടെ ഒപ്പം ഞാൻ 24 വർഷക്കാലം ജീവിച്ചു. അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതുപോലെ ബാല്യത്തിൽ തന്നെ എനിക്ക് അസുഖങ്ങളുണ്ടായിരുന്നു. ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഫിറ്റ്സ് ഉണ്ടാവുകയും അത് പക്ഷേ അന്നത്തെ വൈദ്യന്മാർ, ഡോക്ടർമാർ എൻ്റെ കാര്യം ഉപേക്ഷിച്ച രീതിയിൽ വരെ തീരുമാനിച്ചതാണ്. അപ്പം ഞാനത് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല ആരോഗ്യം നൽകി ഞാനിന്ന് ഈ അവസ്ഥയിൽ ആരോഗ്യവാനായി ജോലി ചെയ്യുന്നു. എന്നോടൊപ്പം അന്ന് ഇതുപോലെ രോഗിയായ ഒരാൾ, അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം രോഗിയായിട്ട് ദീർഘകാലം ജീവിക്കുകയും സമീപകാലത്ത് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവിടെ മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചാൽ വിദ്യാർത്ഥിയായിരുന്ന സമയത്തും അനേകം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അനേകം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജോലിയിലായിട്ടുണ്ട്. ജോലിയിൽ വളരെ സൗഭാഗ്യകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ജോലി ചെയ്തത്. എന്നാലും മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന ഓരോ അനുഭവങ്ങൾ നമുക്ക് ജോലി കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും. സഹപ്രവർത്തകരിൽ നിന്നോ വിദ്യാർത്ഥികളിൽ നിന്നോ ഒക്കെ നമുക്കുണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ നമുക്ക് വളരുന്നതിന് വേണ്ടി, നമുക്ക് കൂടുതൽ വിശ്വാസത്തിൽ വളരുന്നതിന് വേണ്ടി, ദൈവാശ്രയത്തിലായിരിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയ ദാനങ്ങളായിട്ടാണ് എനിക്കിന്ന് തോന്നുന്നത്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാൻ അവസരം കിട്ടിയതുകൊണ്ടാണ് എനിക്കിന്ന് ഈ ഒരു നിലയിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചതെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. സാറിന്ന് അനേകം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ നടത്തി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയിൽ മേൽനോട്ടം വഹിക്കുകയാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ എത്ര മാർക്കുണ്ടെങ്കിലും ഒരു ജോലി കിട്ടുന്നതിനാകട്ടെ, ഉപരിപഠനത്തിന് പോകുന്നതിനാകട്ടെ, രണ്ടാമതൊരു എൻട്രൻസോ ഇൻ്റർവ്യൂവോ എന്തെങ്കിലുമൊക്കെ ആ വിദ്യാർത്ഥി ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സാറ് കൊടുക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപൂർണമാണെന്നാണോ? അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് അതൊരു ഇവാലുവേഷനാണ്. ഒരു കുട്ടിക്ക് യൂണിവേഴ്സിറ്റി ഒരു കരിക്കുലം കൊടുക്കും. ആ കരിക്കുലം കുട്ടിക്ക് ഏത് രീതിയിലും സ്വായത്തമാക്കാം. ആ കരിക്കുലത്തിൽ ജീവിച്ച് അതിൻ്റെ ഭാഗമായി അത് എക്സ്പീരിയൻസ് ചെയ്ത് അത് സ്വായത്തമാക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം അത് മെമ്മറിയിൽ, ഓർമ്മയിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മാർക്ക് എന്ന് പറയുന്നത് ഈ സിലബസ് അല്ലെങ്കിൽ ആ പാഠ്യഭാഗം എന്തുമാത്രം ആ കുട്ടി ഓർത്തിരിക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു ഇവാലുവേഷനാണ്. പക്ഷേ ആ യഥാർത്ഥ പ്രവർത്തന മേഖലയിൽ കുട്ടിക്കുള്ള സ്കില്ല് എന്താണെന്നറിയുന്നതിന്, അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണ് എന്നറിയുന്നതിന്, അതുപോലെ ആ ഉദ്ദേശിക്കുന്ന ജോബിന് ഈ ആൾ യോഗ്യനാണോ എന്നറിയുന്നതിന്, അതിനുള്ള ട്രെയ്റ്റ്സ് ഈ കുട്ടിക്കുണ്ടോ എന്നറിയുന്നതിന് തീർച്ചയായും ഇൻ്റർവ്യൂവും ഫർദർ ഇവാലുവേഷനും ആവശ്യമാണ്. അതിൻ്റെ അർത്ഥം ഈ സർട്ടിഫിക്കറ്റ് അപൂർണമാണ് എന്നുള്ളതല്ല.
സർട്ടിഫിക്കറ്റ് അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്നു. മറ്റ് പർപ്പസുകൾ സെർവ് ചെയ്യുന്നതിന്, ഇവാലുവേഷൻ നടത്തുന്നതിന്, ആക്കുന്നതിന് മറ്റ് എൻട്രൻസ് ടെസ്റ്റുകളും ഇൻ്റർവ്യൂവും തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് കുട്ടിക്ക് നല്ലതാണ്. കാരണം അത് അങ്ങനെ ഒരു സംവിധാനമില്ല. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് അഭിരുചിയില്ലാത്ത ഒരു ജോലിയിൽ അവൻ ചിലപ്പം പ്ലേസ് ചെയ്യപ്പെടാം. അപ്പോൾ അത് കുട്ടിക്കും ദോഷമാണ്, അതുപോലെ തന്നെ സ്ഥാപനത്തിനും ദോഷമാണ്. ഇൻ്റർവ്യൂ നടക്കുന്നു, എൻട്രൻസ് ടെസ്റ്റ് നടത്തി മറ്റ് ട്രേഡ്സുകൾ ഇവാലുവേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പം കുട്ടി അവന് അഭിരുചിയില്ലാത്ത മേഖലകളിൽ നിന്ന് തള്ളപ്പെടുകയും അവസാനം അവന് അഭിരുചിയുള്ള മേഖലയിൽ എത്തിച്ചേരുകയും അവിടെ അവന് ഫ്ലറിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. സാറിപ്പോൾ പറഞ്ഞു ജീവിത വിജയത്തിന് ഇൻ്റർവ്യൂവും എൻട്രൻസും ഒക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി അവന് ഇഷ്ടപ്പെട്ട മേഖല, അനുയോജ്യമായ മേഖലയിൽ വിജയിക്കുന്നതിന് ഇതൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജീവിത വിജയത്തിലേക്ക് വരാം. ജീവിത വിജയം എന്ന് പറയുമ്പോൾ ഇന്ന് പല യുവാക്കളും കരുതുന്നത് സർട്ടിഫിക്കറ്റിൽ കുറേ മാർക്ക് വാങ്ങിക്കുന്നതാണ്, ചിലർ കരുതുന്നു പ്രശസ്തനാവുന്നതാണ്, ചിലർ കരുതുന്നു കുറേ പണമുണ്ടാക്കുന്നതാണ്. ഇത് പലരുടെയും പല മനോഭാവങ്ങളാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ജീവിത വിജയം? ജീവിത വിജയം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആത്യന്തികമായി ആ വ്യക്തിയുടെ മനസ്സിലുള്ള സമാധാനമാണ്. പീസ് ഓഫ് മൈൻഡ്, സമാധാനത്തിലായിരിക്കുക, അതാണ് ജീവിത വിജയം. അതിന് സമ്പത്ത് ഏറ്റവും പ്രധാന ഘടകമല്ല, സ്ഥാനങ്ങൾ ഏറ്റവും പ്രധാന ഘടകമല്ല, പ്രശസ്തി അതല്ല ഏറ്റവും പ്രധാന ഘടകം. അതിന് നമുക്ക് നമ്മുടെ സമീപനങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങളുണ്ടാവണം. കാരണം എല്ലാ സാമ്പത്തിക തലങ്ങളിലുള്ള വ്യക്തികൾക്കും ദരിദ്രനും സന്തോഷത്തിൻ്റെ ദിനങ്ങളുണ്ട്. ഒരുപക്ഷെ സമ്പന്നനെ കഴിഞ്ഞും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ ദരിദ്രനായിരിക്കാം കൂടുതൽ. അതുപോലെ ഉന്നത സ്ഥാനീയരെ കഴിഞ്ഞും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ ചിലപ്പം ചെറിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർക്കായിരിക്കാം. അതുകൊണ്ട് സ്ഥാനങ്ങളോ സമ്പത്തോ അല്ല മനസ്സിൻ്റെ സമാധാനം നിർണ്ണയിക്കുന്ന ഘടകം. ആ ഒരു സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്, അതിനുവേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിനുള്ള ഒരു മാർഗം. അതിന് സത്യസന്ധമായി നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സത്യസന്ധമായി പഠിക്കണം, ഹോണസ്റ്റായിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. ജോലിയിലായിരിക്കുമ്പോഴും ഈ സത്യസന്ധത നമ്മൾ നിലനിർത്തണം. സത്യത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യണം. അസത്യമായതൊന്നും പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ നമ്മൾ ജോലി ചെയ്ത് ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ജോലി ചെയ്താൽ നമുക്കുണ്ടാകുന്ന വെല്ലുവിളികളാണെങ്കിലും അതെല്ലാം ആത്യന്തികമായും മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു കാര്യമായിരിക്കും. സാറ് 27 വർഷക്കാലം പാലായിൽ അധ്യാപകനായി ജോലി ചെയ്തു സെൻറ്റ് തോമസ് കോളേജിൽ. അതിനുശേഷമാണിപ്പോൾ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. അധ്യാപകൻ എന്ന ജോലി, ഇപ്പോൾ കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന ജോലി, ഇത് രണ്ടും വ്യത്യാസമുണ്ട്, അതിൻ്റേതായ രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിലേതിലാണ് സാറിന് കൂടുതൽ സംതൃപ്തി കിട്ടുന്നത്? ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സംതൃപ്തിയും സന്തോഷവും നൽകുന്നത് ഒരു അധ്യാപകനായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു കൺട്രോളർ എന്ന് പറയുന്നതും ഒരു അധ്യാപകൻ തന്നെയാണ്. കാരണം ഒരു അധ്യാപകൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുക, പരീക്ഷകൾ നടത്തുക, അത് മൂല്യനിർണ്ണയം നടത്തുക, അതിൻ്റെ റിസൾട്ട് കൊടുക്കുക, ഇത് അധ്യാപകൻ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊരു കോളേജിലൊരു അധ്യാപകനായിരിക്കുമ്പോൾ നമ്മളൊരു 60 കുട്ടികളുമായി നമ്മൾ അടുത്ത് ബന്ധപ്പെടുകയും അവരുമായിട്ടൊരു ആത്മബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കൺട്രോളറായിരിക്കുമ്പോൾ നമ്മൾ 60-ന് പകരം ചിലപ്പോൾ 6000 60,000 വിദ്യാർത്ഥികളുമായിട്ടാണ് നമ്മൾ ഇടപെടുക. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ആത്മബന്ധം ഉണ്ടാവുക ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിരുന്നാലും 27 വർഷക്കാലം ഒരു അധ്യാപകനായിരുന്നപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെയും റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെയും മനസ്സെന്താണ്, അവൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് തൊട്ടറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ആഗ്രഹത്തിനനുസൃതമായി അവൻ്റെ പരീക്ഷകൾ നടത്തി, അവൻ്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി അവൻ്റെ റിസൾട്ടുകൾ കൊടുത്ത്, അങ്ങനെ അവൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായും ഒരു അധ്യാപകൻ്റെ ദൗത്യം തന്നെയാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. അത് വലിയൊരു സംതൃപ്തിയാണ് നമുക്ക് നൽകുന്നത്. രണ്ട് ജോലിയിലും സാർ അധ്യാപകൻ്റെ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഒരു കൺട്രോളറായിട്ടിരിക്കുമ്പോഴും ഞാനൊരു വിദ്യാർത്ഥിയെ എൻ്റെ അടുത്തൊരാവശ്യത്തിന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയലുകളാണല്ലോ നമ്മുടെ അടുത്ത് വരിക. ആ ഓരോ ഫയലിലും
നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. അവനെ ഒരു അധ്യാപകനായിട്ട് ഒരു അധ്യാപകൻ നോക്കി കാണുന്ന പോലെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളും ഒക്കെ വ്യാഖ്യാനിച്ച് ആ കുട്ടിക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ആ കുട്ടിയുടെ മനസ്സിനെ സ്പർശിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ കുട്ടി അവൻ എൻ്റെ വിദ്യാർത്ഥിയാണ് എന്ന് കണ്ട്, അവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കണ്ട്, അവൻ്റെ മനസ്സിൻ്റെ സ്ട്രെസ്സ് എന്താണ് എന്ന് ചിന്തിച്ചറിഞ്ഞ് അവൻ അനുകൂലമായ ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു സംതൃപ്തി നൽകുന്ന കാര്യമാണ്. സാറ് പറഞ്ഞപ്പോൾ അധ്യാപകനായിരുന്നപ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞു എന്ന്. സാറിൻ്റെ അധ്യാപന കാലത്ത് കൈവിടച്ചുയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്നു, ഞാൻ കൈവിടച്ചുയർത്തിക്കൊണ്ട് വന്നു എന്ന് എടുത്തു പറയാവുന്ന എന്തെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ സാറിനുണ്ടോ? ധാരാളം അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഞാൻ പരീക്ഷ സംബന്ധിച്ച ജോലിയുമായി ഗൾഫിലായിരുന്നു. 20 ദിവസത്തോളം ഞാൻ അവിടെ ചിലവഴിച്ചു. ആ സമയത്ത് ധാരാളം കുട്ടികളെ അവിടെ വെച്ച് പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചു. അതിലൊരു വിദ്യാർത്ഥി, ഞാൻ ക്ലാസ്സിലായിരുന്ന സമയത്ത് അത്ര പ്രഗത്ഭനായൊരു വിദ്യാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. ചെറിയ ശിക്ഷണ നടപടികളൊക്കെ ആ കുട്ടിയുടെ പേരിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് ഈ വിദ്യാർത്ഥി എന്നെ തിരഞ്ഞ് അന്വേഷിച്ച് എൻ്റെ അടുത്ത് വന്നു. വളരെ സന്തോഷമായിട്ട് സംസാരിക്കുകയും ഞങ്ങളൊരു രാത്രി വളരെ വൈകി അന്ന് കിടന്നുറങ്ങുന്ന അത്രയും സമയം അവനുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, സാർ എന്നെ ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ആ ഇറക്കി വിട്ടതാണ്. അതിനുശേഷം സാറിനെ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ട് സാറുമായിട്ട് സംസാരിച്ചപ്പം സാർ എനിക്ക് നൽകിയ ചില നിർദ്ദേശങ്ങളും അന്ന് എനിക്കുണ്ടായ ഒരു ഉൾക്കാഴ്ചയും എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് അത് പ്രവർത്തന മേഖല, എൻ്റെ തുടർ പഠനം തീരുമാനിക്കുന്നതിനും എൻ്റെ സമീപനങ്ങൾ മാറുന്നതിനും എനിക്ക് ഇടവന്നിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുമ്പോഴും ഞാൻ നല്ല അധ്യാപകരെ എൻ്റെ മനസ്സിൽ ഓർക്കുന്ന കൂടെ ഞാൻ സാറിനെ ഓർക്കാറുണ്ട് എന്നെന്നോട് പറയുണ്ടായി. അത് അപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോ കറക്ഷൻസ് അത് ചിലപ്പോൾ ഒരു ചെറിയ ശിക്ഷയായിട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ അതിന് ശേഷം നമ്മൾ അവരെ നമ്മുടെ അടുത്ത് വിളിച്ചു വരുത്തി അവർക്ക് കൊടുക്കുന്ന ഒരു ട്യൂട്ടോറിയൽ സപ്പോർട്ട്, അവർക്ക് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് സപ്പോർട്ട്, അതാണ് പല കുട്ടികളെയും ഈ രീതിയിൽ അവരുടെ സമീപനങ്ങൾ മാറ്റുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരു കുട്ടിയിൽ വരുത്തേണ്ട മാറ്റം അവൻ്റെ ചിന്തകളെയാണ് നമ്മൾ സ്വാധീനിക്കേണ്ടത്, അവൻ്റെ സമീപനങ്ങളെയാണ് നമ്മൾ സ്വാധീനിക്കേണ്ടത്. അങ്ങനെ സ്വാധീനിക്കാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ നിന്ന് ഈ പരീക്ഷാ കൺട്രോളറായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ലാസ്റ്റ് ബാച്ചിൽ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവനും ക്ലാസ്സിൽ ഒരു അത്ര നല്ല ഡിസിപ്ലിൻഡായിട്ട് പെരുമാറാൻ കഴിവുള്ള ഒരാളല്ല. അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മോശമാണ്, ഞാനത് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഒരു ശല്യക്കാരനായ ഒരു വിദ്യാർത്ഥിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷേ ആ കുട്ടിയെ നല്ല വഴിയിൽ കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നി. ഞാനതിനെ എൻ്റേതായ രീതിയിൽ എൻ്റേതായ രീതിയിൽ ഞാൻ ആ കുട്ടിയെ അപ്രോച്ച് ചെയ്തു. പല പ്രാവശ്യം ഞാൻ ആ കുട്ടിക്ക് പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ കൊടുത്തു. ഒരു സമയത്ത് ആ കുട്ടിയോട് തന്നെ ഞാനൊരു ഹോംവർക്ക് ബോർഡിൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവനത് ഒരു ഭാഗികമായിട്ടാണെങ്കിൽ അവനത് എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് അവൻ ചെയ്തു. അതിനുശേഷം അവനെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് അവൻ്റെ കഴിവുകളെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കൺട്രോളറായിട്ട് പോവുകയാണ് എന്ന് ക്ലാസ്സിൽ പറഞ്ഞപ്പം ഈറനണിഞ്ഞ ഒരു കണ്ണ് ആ വിദ്യാർത്ഥിയുടേതായിരുന്നു. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഒരു അധ്യാപകനായിരിക്കുമ്പോൾ പരിശ്രമിക്കേണ്ടതും അതാണ്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അവൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച് അവനെ അറിഞ്ഞ് അവനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഒരു അധ്യാപകന് സാധിക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ്റെ ജീവിതം മഹത്തരമാകുന്നത്. സാറിൻ്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. സാർ അധ്യാപനം എന്ന ആ തൊഴിൽ മേഖലയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ജോലി ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എന്ന്. എങ്കിൽ സാറിനോടൊന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഒത്തിരി അധ്യാപകർ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, എന്തായിരിക്കണം ഒരു നല്ല അധ്യാപകൻ? ഒരു നല്ല അധ്യാപകൻ തീർച്ചയായിട്ടും വിദ്യാർത്ഥിയോടൊപ്പമായിരിക്കണം. അവൻ വിഷയങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ. തീർച്ചയായും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് എന്താണ് എന്നറിയണം. അല്പം ഒരു കൗൺസിലിംഗ് സ്കില്ല് ഒരു അധ്യാപകൻ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയുള്ള കോഴ്സുകൾ, പ്രോഗ്രാംസ് ഒരു അധ്യാപകൻ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. അങ്ങനെ അധ്യാപകൻ്റെ സമീപനമാണ് മാറേണ്ടത്. ഒരു വിദ്യാർത്ഥിയോടുള്ള അധ്യാപകൻ്റെ സമീപനം മാറണം. 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ
60 കുട്ടികളും 60 കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്, 60 സ്വഭാവങ്ങളുള്ളവരാണ്, 60 കഴിവുകളുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 61ാമത്തെ കുടുംബത്തിൽ നിന്ന് വരുന്നവനും 61ാമത്തെ കഴിവുള്ളവനുമാണ് അധ്യാപകൻ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മളെപ്പോലെ എല്ലാ കുട്ടികളും നമ്മളുടെ ആ സിസ്റ്റത്തിൽ വരണമെന്നുള്ളതാണ്. അതൊരിക്കലും സാധ്യമല്ല. 60 പേരെയും 60 സാഹചര്യങ്ങളിൽ കാണാനും മുഴുവൻ വിദ്യാർത്ഥികളെയും അവരവരുടെ സാഹചര്യങ്ങളിൽ കാണാനും അങ്ങനെ ആ വിദ്യാർത്ഥിയെ ഉൾക്കൊള്ളാനും സാധിക്കുമ്പം ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ, നന്മകൾ അധ്യാപകന് തൊട്ടറിയാൻ സാധിക്കും. അധ്യാപകൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതല്ലാതെ കരിക്കുലം ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു അധ്യാപകൻ്റെ ദൗത്യം. ഒരു വിദ്യാർത്ഥിയെ അവൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് നല്ല മൂല്യാധിഷ്ഠിതമായ രീതിയിൽ ആ കഴിവുകൾ വിനിയോഗിക്കുന്നതിനുള്ള ഒരു ബോധ്യം അത് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ ദൗത്യം. സാറിൻ്റെ അധ്യാപന ജീവിതത്തിലെ അനുഭവങ്ങളും കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ആയതിനു ശേഷമുള്ള അനുഭവങ്ങളും പ്രേക്ഷകരുമായി പങ്കുവച്ചു. ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായി, സാറ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് താലന്തുകളുടെ ഉപമയിലേക്കൊന്ന് പോകാം. ഈ താലന്തുകളുടെ ഉപമ വെച്ച് സാറിൻ്റെ ജീവിതം സാറൊന്ന് അവലോകനം ചെയ്യാമോ? തീർച്ചയായും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനം കൊണ്ട് കുറേ ടാലൻറ്റുകളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് 5 താലൻറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും ടാലൻറ്റുകളുടെ ഒരു ഉടമയല്ല ഞാൻ. എന്നിരുന്നാലും ഒരു 3 ടാലൻറ്റുകൾ എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ടാലൻറ്റുകൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാനും പരമാവധി അതെൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും എന്നെ ഞാൻ ബന്ധപ്പെടുന്ന സമൂഹത്തിന് വേണ്ടിയും അത് ഉപയോഗപ്പെടുത്തുവാനും കഠിനാധ്വാനം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് 3 ടാലൻറ്റുകൾ കിട്ടി. അത് 6 ടാലൻറ്റുകളാക്കി മാറ്റാൻ പരിശ്രമിക്കുന്ന, അതിനായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായി ആ ഒരു ഉപമയിൽ എന്നെ കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തൻ്റെ കർമ്മമേഖലയിലെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ച ജോർജ് ഊട്ടി സാറിൻ്റെ കൂടുതൽ കുടുംബവിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണാം. നന്ദി.